ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രൊഫസർ ജോസഫ് ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രൊഫസർ ജോസഫ് ആന്റണി, ഇപ്പോൾ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതുതായ ചില വിവരങ്ങളിൽ ഒന്ന്, ഭാരതവുമായി ഒരു ചർച്ചയ്ക്ക് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരതിന് ശ്രമിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അത് നമുക്ക് വിശ്വസനീയമല്ല, അല്ലെങ്കിൽ ഭാരതം അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയിൽ നമ്മൾ എത്ര കണ്ട് വിശ്വസിക്കണം? നമ്മുടെ മറ്റ് അനുഭവങ്ങൾ വച്ചു നോക്കിയാൽ പ്രത്യേകിച്ച്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ നിലപാടിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ വിശ്വസിക്കാൻ കഴിയുക? വാസ്തവത്തിൽ നമുക്കൊരു സന്തോഷം നൽകുന്ന വാർത്തയാണത്. കാരണം നേരത്തെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായും അതിന് നമ്മുടെ ഏപ്രിൽ 22 പഹൽഗാം സംഭവത്തിൽ ശക്തമായി പ്രതികരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മുതൽ അവരുടെ എല്ലാ മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അവർ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ രക്തപ്പുഴയൊടുക്കും, ഞങ്ങൾ കൈ കിട്ടി നോക്കിയിരിക്കില്ല, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, അതിലൊക്കെ തന്നെ ഖ്വാജ ആസിഫ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയാണ് ഈ ആണവായുധ ആക്രമണത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന ആള്. പക്ഷെ അദ്ദേഹം തന്നെ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആക്രമണം കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനി ഇന്ത്യ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ സംഘർഷങ്ങൾ ലഘൂകരിച്ച് തീർക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്ക് അതിശക്തമായി തിരിച്ചടിക്കാൻ അത് തന്നെയും നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട്, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നടത്തിയ ഒരു ശ്രമമാണത്. അപ്പൊ അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ്, അവരുടെ പ്രതികരണം ഇയാളുടെ ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്നാൽ അവര് പ്രധാനമന്ത്രി പാർലമെന്റ് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ സൈന്യത്തിന് അവിടെ തിരിച്ചടിക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരികയുണ്ടായി. എന്നാലും ഈ നമുക്ക് ഈ അവരുമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. അതേസമയം തന്നെ, കാരണം വെച്ചാൽ നമ്മൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ആക്രമണത്തിന്റെ 1ാം ഘട്ടമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളെ തിരിച്ചടിച്ച, കാരണം നമ്മൾ ഇന്നലെ അടിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഞങ്ങൾ 21 ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിൽ 9 സ്ഥലത്താണ് നമ്മൾ ഇന്നലെ തിരിച്ചടി നൽകിയത്. ബാക്കി പിന്നെയും കിടക്കുന്നുണ്ട് 12 സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെ അത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രിസിഷൻ അറ്റാക്ക്, വളരെ സൂക്ഷ്മമായി പ്രധാന കേന്ദ്രങ്ങളെ സിവിലിയന്മാർക്കൊന്നും ഉപദ്രവമില്ലാത്ത തരത്തിൽ ആക്രമണം നടത്താൻ ഞങ്ങൾക്കുള്ള കഴിവ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ലോകത്തിന്റെ മുമ്പിൽ ഒരു എതിർ ശബ്ദം പോലും നമ്മൾ ലോകത്തിന്റെ ഒരു ഭാഗത്തൊന്നും വന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത്രത്തോളം ഉത്തരവാദിത്തോടെ അമേരിക്ക പോലും ചിലപ്പോൾ നടത്തുന്ന പ്രിസിഷൻ ആക്രമണങ്ങൾ, ഇസ്രായേൽ പോലും നടത്തുന്ന പ്രിസിഷൻ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സിവിലിയന്മാരെയും നിരപരാധികളെയും മരണത്തിനിടയാക്കുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ ആ ചെയ്ത ആക്രമണം കൃത്യമായ ലക്ഷ്യങ്ങളിൽ ചെന്ന് തറച്ചു. അത് അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് മസൂദ് അഷറിന്റെ തന്നെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ അത് കൊണ്ടു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ സക്സസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനൊരു അവസരം വരുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. എങ്കിലും അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വാസ്തവത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഈ യുദ്ധം, ഒരു സംഘർഷം തുടങ്ങിക്കഴിഞ്ഞാലും പല സ്ട്രാറ്റജികളും രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ അയവ് വരുന്നു എന്നൊരു പ്രതീതി ഉളവാക്കിക്കൊണ്ട് ചിലപ്പം സർപ്രൈസ് അറ്റാക്കുകൾ നടത്താം. അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതും എസ്പെഷ്യലി നമ്മളൊരു സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അതിനോട് പ്രതികരിക്കും, പോസിറ്റീവായിട്ട് പ്രതികരിക്കും. അതേസമയം തന്നെ നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാർലമെന്റിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സേനയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ സേനയും നമ്മുടെ രാജ്യവും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കാരണം അവർക്ക് ലഭിച്ച തിരിച്ചടിയുടെ ആഘാതം വളരെ വലുതാണ്. കാരണം അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിൽ നമ്മൾ ആക്രമണം നടത്തും എന്നാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? 5 പാക് അധിനിവേശ കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നമ്മൾ അടിച്ചെങ്കിൽ പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലെ സിയാൽകോട്ട്, ബഹവൽപൂർ, മുരിക്കെ, ഈ 3 സ്ഥലങ്ങളുടെയും പ്രാധാന്യം പറയുന്നത് ലഷ്കർ ഇ തയ്യബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അവർ പാരൂട്ടി വളർത്തുന്ന ഭീകര കേന്ദ്രങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ്. അപ്പൊ അവരവിടെ അടിക്കുമെന്ന് കരുതിയിരുന്നില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ ഇയാളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ എന്തായാലും അത് വളരെ വലിയ, അതായത്
പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അടിയാണ് നമ്മൾ പഞ്ചാബിൽ അടിച്ചത്, സിയാൽകോട്ടിലും മെഹവൽപൂരിലും ഈ മുരിക്കയിലും അടിച്ചത്. അപ്പൊ അതുകൊണ്ട് അവർ അതിനോട് പ്രതികരിക്കാൻ ഒരുപക്ഷെ നിർബന്ധിതരാകും. കാരണം പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയവും അവിടുത്തെ സേനയുടെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പഞ്ചാബുകാരാണ്. പഞ്ചാബാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിലേക്ക് വരാം. പക്ഷെ ഇങ്ങനൊരു പോസിറ്റീവായിട്ടുള്ള നീക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അതിൽ എൻഗേജ് ചെയ്യേണ്ടതാണ്. അവിടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അജിത് ഡോവലിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ അജിത് ഡോവല് വളരെ കൃത്യമായി ഞങ്ങളെ വേദനിപ്പിച്ചത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരന്മാരാണ്, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പണിച്ചിട്ടുണ്ട്. ഇത് റെസിസ്റ്റൻസ് ഫണ്ടിന്റെ റോള് തന്നെ പാകിസ്ഥാന്റെ പ്രതിനിധികൾ തന്നെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളതിൽ അംഗീകരിച്ചാണ്. അപ്പൊ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അതിന് തിരിച്ചടിച്ചു. ഇനി നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നാൽ നമുക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് പോകാം എന്ന് പറയാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം.